തെരുവുനായ ശല്യം രൂക്ഷമായതോടെ കോട്ടയത്തെ ജനങ്ങൾ വീണ്ടും ആശങ്കയിൽ. ഒരു മാസത്തിനിടെ കുട്ടികളടക്കം 500ഓളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ABC പദ്ധതി കൂടുതൽ സജീവമാക്കണം എന്ന ആവശ്യം ശക്തമാക്കുകയാണ് ജനങ്ങൾ. ഇടവേളയ്ക്ക് ശേഷം കോട്ടയം ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കോട്ടയം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ 142 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റുവെന്നാണ് കണക്ക്. കഴിഞ്ഞ മാസം മാത്രം 430 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 5049 പേർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇതിൽപ്പെടും. കോട്ടയം ജില്ലയിൽ നേരത്തെ ABC പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ ആ പദ്ധതി ഏതാണ്ട് പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ ദിവസം മൂലടം പ്രദേശത്തിൽ 8 പേരെ തെരുവുനായ കടിച്ചിരുന്നു. അവിടെ നായയെ പിടിക്കാനെത്തിയത് ചേർത്തലയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അത്രത്തോളം സ്ഥിതി രൂക്ഷമാണ്. ഇവിടെ നായ പിടിക്കാൻ പോലും ആളില്ലാത്തൊരു സാഹചര്യമാണ്. കോട്ടയം ജില്ലയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. അധികൃതർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ അപകടമാവും കാത്തിരിക്കുക. അലക്ഷ്യമായി മാലിന്യം തള്ളുന്നത് തന്നെയാണ് തെരുവുനായ ശല്യം രൂക്ഷമാകാൻ കാരണം. ABC പദ്ധതി കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും സജീവമായെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും പരാതിയുണ്ട്. കോടിമതയിലെ ABC സെന്ററിൽ ദിനംപ്രതി 10 നായകളെ മാത്രമാണ് വന്ധ്യംകരിക്കുന്നത്. ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഒരു നായയെ വന്ധ്യംകരിക്കാൻ 1500 രൂപ ചിലവുണ്ട്. കഴിഞ്ഞ വർഷം തെരുവുനായ ശല്യം രൂക്ഷമായപ്പോൾ ശക്തമായ നടപടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത്. തെരുവുനായകൾക്കും വളർത്തുനായകൾക്കും ഒരുപോലെ വാക്സിനേഷൻ നടപടികൾ നടത്തിയിരുന്നു. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഈ സൈഡ് മൊത്തം പട്ടിയുടെ ബഹളമാണ്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കാർ പോകാൻ വയ്യ. വണ്ടിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ കിടന്ന് ഭയങ്കര കുറച്ചിലും ബഹളമാണ്. പിന്നെ ആൾക്കാർ യാത്രക്കാർ അങ്ങോട്ട് കൊണ്ട് പോകുന്നത് ഭയങ്കര വിഷയത്തേക്ക്. കുറച്ച് ശല്യമുണ്ട്, കുറച്ചെന്നാൽ ഉപകാരമുള്ള സാധനങ്ങളും ഉണ്ട്. വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ഇവിടെയെല്ലാം ഈ വേസ്റ്റ് കൊണ്ടത്തുള്ളതെന്ന് പറഞ്ഞേ കുറച്ചൊക്കെ ഉള്ളു. പിന്നെ ഇവിടെ പതിവായിട്ട് കിടക്കുന്നവന്മാരൊന്നും വലിയ ശല്യമൊന്നുമില്ല. പട്ടിശല്യമുണ്ട്. പട്ടി ഭയങ്കര ശല്യമാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നാ ചെയ്യാൻ ഇതിനൊക്കെ വല്ല പഴയ കാലത്തെ പോലെ വന്ധീകരണം വല്ലതും ചെയ്യുമോ എന്തെങ്കിലും ചെയ്യണ്ട. ഇത് കുറയ്ക്കാൻ ഒത്തിരി ഉണ്ടെന്നേ. തെരുവുനായ്ക്കളെല്ലാം വന്ന് എല്ലാം പ്രശ്നമായിരിക്കുന്നു. നടക്കാൻ ചിലപ്പം അത് പുറകെ ഓടി വരിക. അപ്പം നമ്മൾ പേടിച്ചു പോവുക. നമ്മൾ അതിനോട് പ്രതികരിക്കുന്നില്ല. കാരണം അത് ശരിയല്ലല്ലോ. എങ്ങനെയാലും കടിയൊക്കെ ഉള്ളത് രക്ഷപ്പെടുക. ബാക്കിയതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ചിലപ്പോൾ തങ്ങളെ കടിപൊടി വീണിച്ചപ്പോൾ ഇതിനടിയിലോട്ടൊന്ന് ഉരുണ്ട് കയറുക. അങ്ങനെ അടുത്ത കാലത്ത് ഒരാൾ അതിനെ വിളിച്ച് വീണ് കാലിന്റെ തൊലിയൊക്കെ പോയി. ആ പുള്ളി വളരെ വിഷമത്തിലായിരുന്നു പോയത്. അപ്പോൾ അതാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. കടികിട്ടാതെ തങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നു എന്നാണ് ഇപ്പോൾ ഒരു പ്രതികരണം നമ്മൾ കണ്ടത്. ഭരണകൂടം എന്ത് ചെയ്യും വിഷയത്തിൽ നിന്നുള്ള ചോദ്യം അവർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.